എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് സ്കൂളിലേക്കും അതുപോലെ തന്നെ ഓഫീസിലേക്കും ഒക്കെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും ആ ഒരു സ്നാക്സ് വെച്ചിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് വളരെ ടേസ്റ്റിയും തയ്യാറാക്കിയെടുക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കെട്ട് പാലക് ചീരയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലക് ചീര വന്നിട്ട് അരിയുന്നതിന് മുൻപ് തന്നെ കഴുകി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറുതൊന്നും ആവണ്ട, ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. കാരണം നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു പക്കോടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതായത് 2 കെട്ട് പാലക് ചീരയ്ക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആ ഒരു പാലക് ചീര കഴുകുന്ന സമയത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല, ഇതൊരു കുഴഞ്ഞ പരുവത്തിലല്ല നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് പാലക് ചീര കോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് നല്ല ചൂട് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പക്കോടയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടാക്കണം. അതിനുശേഷം തീയും മീഡിയം ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ പക്കോടയെല്ലാം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചീരയെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചീര പക്കോട നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എണ്ണ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവാം, ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമോ എന്നുള്ളത്. ഒട്ടും തന്നെ സംശയം വേണ്ട. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കോടയായിരിക്കും ഈ ഒരു ചീര പക്കോട എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പക്കോടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് പക്കോട റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ തൊട്ടപ്പുറത്തായിട്ട് അരി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അരി വേകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പക്കോടയും അതുപോലെ തന്നെ ഈ ഒരു റൈസ് തയ്യാറാക്കാനുള്ള ഒരു മസാലയും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സും അതുപോലെ തന്നെ റൈസും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബാച്ച് പക്കോട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പക്കോട എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചീര പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് സോസിൻ്റെയൊക്കെ കൂടെ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നമുക്ക് രാവിലെ 11 മണിക്ക് സ്നാക്സ് ബോക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു ചീരയൊന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഒരു സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പക്കോട വെച്ചിട്ടുള്ള ഒരു റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മസാല ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് കായം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കായപ്പൊടിയാണ് ചേർക്കുന്നതെന്ന രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കട്ട കായം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കായമെല്ലാം ഇവിടെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. തൊലിയോട് കൂടിയുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും നമ്മുടെ റൈസിന്. അധികം എരിവും ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ള് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. എണ്ണയൊന്നും ഒഴിക്കാണ്ട് നല്ല ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട. നല്ലപോലെ റോസ്റ്റ് ആകുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ ആയിരിക്കും, ആ ഒരു മസാലയുടെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും വരുന്നത്. ഒരുപാട് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. അപ്പോൾ കായപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെന്നൊരിക്കൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായ ആയതുകൊണ്ടാണ് ആദ്യമേ തന്നെ കായ ഒന്ന് മൂപ്പിച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതേ പാനിൽ തന്നെ ഞാൻ നമ്മൾ നേരത്തെ പക്കോട തയ്യാറാക്കിയ എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കശുവണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഒരു കശുവണ്ടിയുടെയും ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇതാ നമ്മുടെ കശുവണ്ടി എല്ലാം ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ബസുമതി റൈസ് നല്ലപോലെ കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ബസുമതി റൈസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഏത് റൈസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ജീര റൈസോ സോന മസൂരിയോ സാധാരണ പച്ചരിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെന്നൊരിക്കൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചോറ് വേവിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ഉപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലക് പക്കോട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പക്കോട നമ്മൾ ചോറിലിടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങും. അല്ലാണ്ട് നമ്മൾ പക്കോടയായിട്ടാണ് കഴിക്കുന്നതെന്നൊരിക്കൽ കുറച്ച് സമയം ഇരുന്നാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി റൈസിൽ ഒന്നാണ് ഈ ഒരു പാലക് പക്കോട റൈസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചോറ് വേകുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പക്കോടയും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലയൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഒരു പാലക് മസാല റൈസെന്നോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ.